നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം നടത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ആണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുടെ പേര് മുന്നോട്ട് വെച്ചത്. സുപ്രീംകോടതി മുൻ ജഡ്ജിയും ഹൈദരാബാദ് സ്വദേശിയുമാണ് സുദർശൻ റെഡ്ഡി. പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനിയുടെ അമ്മ അറസ്റ്റിൽ. അനുമതിയില്ലാതെ ഹൈക്കോടതിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റിലായത്. മകളെ കൊലപ്പെടുത്തിയ പ്രതി അമറുൽ ഇസ്ലാമിനെ തൂക്കിക്കൊല്ലണമെന്നും നീതി നടപ്പിലാക്കണമെന്നുമായിരുന്നു അമ്മയുടെ ആവശ്യം. ഇക്കാര്യം ജഡ്ജിമാരെ നേരിൽ കണ്ട് പറയാനാണ് ഇവർ കോടതിയിലെത്തിയത്. ടോക്കൺ ഇല്ലാതെയാണ് പ്രവേശന കവാടത്തിലെത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും ബഹളം വെച്ചതോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തടവുകാർ തമ്മിൽ തല്ല്. ആലുവയിലെ ബാലികയെ കൊലപ്പെടുത്തിയ പ്രതിക്ക് തലയ്ക്ക് പരിക്ക്. വിയൂർ സെൻട്രൽ ജയിലിൽ സഹതടവുകാർ തമ്മിൽ തല്ലിൽ ആലുവയിലെ ബാലികയെ കൊലപ്പെടുത്തിയ അസഫാഖ് ആലത്തിന് പരിക്കേറ്റു. രഹിലാൽ എന്ന തടവുകാരനുമായാണ് സംഘർഷമുണ്ടായത്. അടിപിടിയിൽ തലയ്ക്ക് മുറിവേറ്റ അസഫാഖ് ആലത്തെ മെഡിക്കൽ കോളേജിലെത്തിച്ച് ചികിത്സ നൽകി തിരിച്ചു കൊണ്ടുവന്നു. ഇയാൾക്ക് തലയിൽ തുന്നലുണ്ട്. നേരത്തെ 5 തവണ ജയിലിൽ ഇയാൾ സംഘർഷമുണ്ടാക്കിയിരുന്നു. അസഫാഖ് ആലത്തെ ജയിലിൽ മാറ്റുന്നതിനുള്ള നടപടി തുടങ്ങിയതായി വിയൂർ ജയിൽ അധികൃതർ അറിയിച്ചു. ആലുവയിലെ അതിഥി തൊഴിലാളികളുടെ 5 വയസ്സുള്ള മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ് അസഫാഖ് ആലം. ഇയാൾ വിയൂർ ജയിലിലാണ് കഴിയുന്നത്. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണക്കേസ്. വിലപ്പെട്ട രേഖകളും പണവും നഷ്ടപ്പെട്ടു. പരാതിക്കാരി ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചുവെന്നും CCTV നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. രാത്രി ബോഡി ബിൽഡിംഗ് സെന്ററിൽ ജിൻഡോ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ടാണ് യുവതി പരാതി നൽകിയത്. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. പി കൃഷ്ണപിള്ള അനുസ്മരണ പരിപാടിക്ക് ക്ഷണിച്ചില്ല. ഒറ്റയ്ക്ക് വലിയ ചുടുകാട്ടിലെത്തി ജി സുധാകരൻ. ആലപ്പുഴയിൽ നടന്ന CPMന്റെ പി കൃഷ്ണപിള്ള അനുസ്മരണ പരിപാടിക്ക് ക്ഷണിക്കാതിരുന്നതിൽ അതൃപ്തി പരസ്യമാക്കി മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ജി സുധാകരൻ. ഔദ്യോഗിക പരിപാടി പൂർത്തിയായ ശേഷം ജി സുധാകരൻ ഓട്ടോറിക്ഷയിൽ ഒറ്റയ്ക്ക് വലിയ ചുടുകാട്ടിലെത്തി. അഭിവാദ്യം അർപ്പിച്ച ശേഷം ഓട്ടോയിൽ മടങ്ങുകയും ചെയ്തു. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടന്ന പരിപാടിയിൽ എളമരം കരീമാണ് ഉദ്ഘാടകനായത്. മന്ത്രി സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി നാസറും അടക്കമുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈ ഔദ്യോഗിക പരിപാടി പൂർത്തിയാക്കി നേതാക്കളെല്ലാം മടങ്ങിയ ശേഷമായിരുന്നു സുധാകരൻ ഓട്ടോയിൽ തനിയെ വലിയ ചുടുകാട്ടെത്തിയത്. സന്നിധാനത്ത് ചെരുപ്പിട്ട് കയറി. പോലീസുകാരനെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി. ചിങ്ങമാസ പൂജയ്ക്ക് നട തുറന്ന ദിവസമായ ശനിയാഴ്ച വൈകിട്ട് ചെരുപ്പിട്ട് സോപാനത്തിന് സമീപം എത്തിയ പോലീസുകാരനെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി. തിരുവനന്തപുരം SP ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ രാജേഷിനെയാണ് ക്യാമ്പിലേക്ക് തിരിച്ചയച്ചത്. ശനിയാഴ്ച രാത്രി 8:45 സംഭവം. വെളുത്ത ചെരുപ്പിട്ട സോപാനത്തിന് സമീപം നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയ്യപ്പ ഭക്തന്മാരിൽ ഒരാൾ മൊബൈൽ ഫോണിൽ ചിത്രമെടുത്തതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. മഴ പെയ്തു കിടന്നതിനാൽ ചെരുപ്പുമായി ഓടി സന്നിധാനത്തേക്ക് കയറുകയായിരുന്നുവെന്നും ചെരുപ്പ് അഴിച്ചുമാറ്റാൻ മറന്നുപോയെന്നുമാണ് പോലീസുകാരന്റെ വിശദീകരണം. പെൺകുട്ടികളോട് മോശമായി പെരുമാറി. കാര്യവട്ടം ക്യാമ്പസിലെ അധ്യാപകനെതിരെ പരാതി. PG ഫിലോസഫി വിദ്യാർത്ഥികളുടേതാണ് പരാതി. അധ്യാപകൻ ക്ലാസ്സിൽ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നു. കുട്ടികളെ ജാതി വിളിച്ച് അധിക്ഷേപിക്കുന്ന പതിവെന്നും പെൺകുട്ടികളുടെ മുഖത്തടിക്കാൻ ശ്രമിച്ചെന്നും പരാതി. ഫിലോസഫി അധ്യാപകനായ ജോൺസണെതിരെയാണ് PG വിദ്യാർത്ഥികൾ ഒന്നടങ്കം പരാതിയുമായി രംഗത്തെത്തിയത്. വിദ്യാർത്ഥികളോടുള്ള ഈ അധ്യാപകന്റെ പെരുമാറ്റം മോശമായ രീതിയിലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്നതാണ് അധ്യാപകന്റെ ഹോബി. പെൺകുട്ടികളുടെ മുഖത്തടിക്കാൻ ശ്രമിച്ചെന്നും പരാതിയുണ്ട്. VCക്കും രജിസ്ട്രാർക്കും അടക്കം വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടും നടപടിയില്ല. പൂർവ്വ വിദ്യാർത്ഥികളും ജോൺസണെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട്. KSRTC ബസിന് പിന്നിൽ കാർ ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. കട്ടപ്പന പുലിയന്മല മലയോര ഹൈവേയിൽ ചപ്പാത്ത് കരിന്തരുവിക്ക് സമീപം KSRTC ബസിന് പിന്നിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കോഴിമല കാട്ടുമറ്റത്തിൽ സന്തോഷാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. പരിക്കേറ്റ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 5 പേരാണ് കാറിലുണ്ടായിരുന്നത്. കൊല്ലം കടക്കലിൽ CPM കോൺഗ്രസ് സംഘർഷം. ബ്രാഞ്ച് സെക്രട്ടറിക്ക് കുത്തേറ്റു. CPM കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറി വിധുവിന് കുത്തേറ്റു. DYFI മേഖലാ പ്രസിഡന്റ് അരുണിന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കോൺഗ്രസ് പ്രവർത്തകന്റെ കട DYFI പ്രവർത്തകർ അടിച്ചു പൊളിച്ചെന്നാരോപിച്ചായിരുന്നു സംഘർഷത്തിന് തുടക്കം. വേടന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. നാളെയും ഹർജിയിൽ വാദം തുടരും. വിവാഹ വാഗ്ദാനം നൽകി വേടൻ തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന് പരാതിക്കാരി കോടതിയിൽ ആവർത്തിച്ചു. വേടൻ തന്നെ തെറ്റ് തുറന്നു സമ്മതിച്ചതാണെന്നും ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നും പരാതിക്കാരി ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു മറുചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സ്നേഹബന്ധത്തിലിരിക്കുന്ന സമയത്ത് നടന്ന ലൈംഗിക ബന്ധം വിള്ളലുണ്ടാകുമ്പോൾ എങ്ങനെ ബലാത്സംഗ കുറ്റമാകുമെന്ന് കോടതി ചോദിച്ചു.